ഞാനൊരു ഗൾഫ് യാത്ര നടത്തി, ഫാമിലിയോട് കൂടിയാണ്. എൻ്റെ കൂടെ വൈഫുണ്ട്, മക്കളുണ്ട്. പേരാമ്പ്രയുള്ള വിജയുണ്ട്. വിജയ് OICCയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റാണ് ദുബൈയിലെ. പേരാമ്പ്രയിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് ഫാമിലിയാണ്, അറിയപ്പെടുന്ന കോൺഗ്രസ് ഫാമിലി. വിജയുടെ ബ്രദർ ദുബൈയിലെ ബിസിനസ്സുകാരനാണ്. അവരുടെ ഒരു ഡെസർട്ട് സഫാരി ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വണ്ടികൾ, അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഒക്കെ ആയിട്ടാണ് ഇവർ പോവുക. ഞാൻ ആദ്യമായിട്ട് ഡെസർട്ട് സഫാരി ചെയ്യുക. അപ്പോൾ കാറിൽ പോയി അവിടെ ഒരു സ്ഥലത്തെത്തി. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വണ്ടിയിലോട്ട് കയറി. ഭക്ഷണ സാധനങ്ങളുണ്ട്, പിന്നെ പായ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്യൂൺസിലൂടെ ഒക്കെ പോയി. അപ്പോൾ ഈ ഡ്യൂൺസിലൂടെ ഒരു മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു പരുവാവും. തലേദിവസം ഉറങ്ങാതെ യാത്ര ചെയ്താണ്. പിന്നെ ഇത് കമിഴ്ന്നും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെയുള്ള ഒരു പരുവായി. വലിയൊരു ഡ്യൂണിൻ്റെ മേലെ, മണൽത്തിട്ടയുടെ മേലെ നിന്നു, വലിയ ഹൈറ്റിലുള്ള പായ എടുത്ത് വിരിച്ച്, നല്ല കാറ്റാണ്, പായ നിൽക്കുന്നില്ല. ഞങ്ങളതിൻ്റെ മേലെ കയറി നിന്നു. എല്ലാവരും ചുറ്റും കൂടി ചായ കഴിച്ച്, സ്നാക്സൊക്കെ കഴിച്ച്, വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഓരോ ഭാഗത്തു നിന്ന് എല്ലാവരും ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞ് എണീറ്റപ്പോൾ ഈ പായ അങ്ങ് പൊന്തി. അപ്പം വൈഫ് ഇത് വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഈ ലൈവ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞില്ല. അത് സത്യത്തിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അവർക്ക് ഫാമിലിയുടെ കൂടെ കിട്ടുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ, അതിൻ്റെ മറ്റ് രാഷ്ട്രീയമൊന്നും അവർക്കറിയില്ല, ഫാമിലിയുടെ കൂടെ കിട്ടുന്ന സമയം എന്നുള്ള രീതിയിൽ അവരത് ഫേസ്ബുക്കിലൂടെ കൊടുത്തു. അപ്പോൾ അവിടെ പായ അങ്ങ് കാറ്റത്ത് പോകുമ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ എഴുന്നേറ്റ് ചെരുപ്പും ഒരു ബോട്ടിൽ വെള്ളവും കൂടി അവിടെ എടുത്തു വെക്കുക, പായ പറക്കാതിരിക്കാൻ. അപ്പോൾ പായ പറക്കാതിരിക്കാൻ. അപ്പോൾ ഈ എടുക്കുന്ന സാധനം എടുത്തിട്ട് ഇവർ എന്നിട്ട് പറയുന്നത് മണലാരണ്യത്തിലെ ആടുന്ന ഇതൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ മുഴുക്കുടിയൻ വോഡ്ക മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് പ്രചരണമല്ലേ. പിറ്റേ ദിവസമാണ് ഇത് ഇങ്ങനെ ഒരു അസ്വസ്ഥമായ അന്തരീക്ഷത്തിലേക്ക് എത്തിയെന്ന് അറിയുന്നത് രാത്രി വളരെ ലേറ്റായിട്ടാണ്. അപ്പോൾ എന്നെ KC വേണോപാൽ പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു ടെൻഷനും ആവണ്ട, നീ മദ്യപിക്കുന്നവനല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം, അതൊന്നും ടെൻഷൻ ആവണ്ട, അവരെന്തോ വൃത്തികേട് പറഞ്ഞോട്ടെ, അത് നീ പിന്നെ നിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് KC വേണോപാൽ എന്നെ വിളിക്കുക. ഞാൻ നേരെ ഒരു വീഡിയോ തയ്യാറാക്കി ഞാൻ അയച്ചു. അപ്പോൾ ഇല്ലാത്തതായ ഒരു ബ്രാൻഡിങ് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നും നടന്നു, ഇപ്പോഴും നടന്നു. ഇങ്ങനെയുള്ള പല ട്രോളുകളും പല കാര്യത്തിലും രാഷ്ട്രീയത്തിൽ സത്യസന്ധമല്ലാത്തതായിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലൂടെ കടന്നു വന്ന ഓരോ മേഖലകളുണ്ട്.